ഇടിയപ്പവും ബീഫിൻ്റെ കറി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു തട്ടുകടയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഈ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ്. നമ്മൾ ബൈപ്പാസ് വഴിയൊക്കെ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഇവിടെ ഒരു NS കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു തട്ടുകട. അപ്പോൾ ഒരു ഇത്തായും മിക്കായും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ്. വളരെ കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. എങ്കിൽ തന്നെയും ഇവിടെ അത്യാവശ്യം ആളുകൾ അറിഞ്ഞും കേട്ടും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ചെറിയ പൈസയ്ക്ക് എന്ന് പറയുമ്പോൾ 40 രൂപയ്ക്ക് ഹാഫ് ബീഫും 80 രൂപയ്ക്ക് ഫുള്ളും ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. 8 രൂപയ്ക്ക് ഇടിയപ്പവും അപ്പവും ദോശയും ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഉമ്മാന്റെ അടുക്കളയിൽ എന്നൊക്കെയാ സ്പെഷ്യലായിട്ട് കിട്ടണേ? സ്പെഷ്യലായിട്ട് കിട്ടുന്ന അപ്പം, ബീഫ് ഫ്രൈ, പിന്നെ കൂടുതൽ അതിനാ കൂടുതൽ ആൾക്കാർ കയറുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ബീഫ് കറിയുണ്ട്, ഇടിയപ്പമുണ്ട്, ദോശയുണ്ട്, അപ്പമുണ്ട്, പുട്ടുണ്ട്. നമുക്ക് എത്ര മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ? 6 മണിക്ക് സ്റ്റാർട്ടിങ്, അത് 12:30 വരെ 1 മണി വരെ കാണും. ഒരു ദിവസം രാവിലെ മുതൽ തുടങ്ങുന്ന രാവിലെ തുടങ്ങുന്ന ജോലിയാ. എന്നാലേ ഈ സമയം ഇവിടെ എത്തിക്കാൻ പറ്റും. വീട്ടില് എല്ലാ കറികളൊക്കെ വീട്ടിൽ വന്ന് വെച്ചിട്ട് ബീഫ് ഫ്രൈയും ബാക്കി ദോശ അപ്പോലെ ഇവിടെ വന്ന് ചെയ്യുന്നത്. അവിടെ വെച്ച് ഇവിടെ വന്ന് ചെയ്യുന്നത്. പക്ഷേ കറിയെല്ലാം നമ്മൾ അവിടെ വെച്ചാൽ നമുക്ക് ഇതിന് ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അതിനകം സമാധാനം ചെയ്യാൻ അവിടെ വെച്ചേ പറ്റും. അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെ വീട്. ഇതിപ്പോ എത്ര നാളായി? ഇതിപ്പോ നമ്മൾ ഏകദേശം 1 മാസം ആവത്തേ ഉള്ളൂ ഇവിടെ വന്നിട്ട്. ആദ്യം കട തന്നെയായിരുന്നു? ആദ്യം ബേക്കറി കടയായിരുന്നു, ഷാർജയുടെ ഇല്ലാണ്ടായിരുന്നു. അതെല്ലാം കൂടെ നിർത്തിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇത് തുടങ്ങിയത്. നിങ്ങൾ 3 പേരുമാണ്? ഞാനും ഹസ്ബൻഡും മോനും. മോൻ ഫുൾ ടൈം ആയി മോൻ എന്റെ കൂടെ തന്നെ എല്ലാം ഇതായിട്ട് നിൽക്കുന്നത്. അതുപോലെ ചെറിയ പൈസക്കാണ് കൊടുക്കുന്നത്? ചെറിയ പൈസക്കാണ്. 40 രൂപയ്ക്കുണ്ട്, 80 രൂപയ്ക്കുണ്ട് ബീഫ് ഫ്രൈ. ഹാഫായിട്ടും കൊടുക്കും, ഫുള്ളായിട്ടും കൊടുക്കും. ഫുള്ളിന് 80 ഉള്ളൂ? ഫുള്ളിന് 80 ഉള്ളൂ. അപ്പൊ ആരെങ്കിലും ഒക്കെ പറയോ ചെറിയ പൈസയാ വന്ന് മേടിക്കുന്ന? അതുകൊണ്ടല്ലേ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇതുകൊണ്ടാണ് എല്ലാവരും വന്ന് കഴിക്കുന്നത്. ടേസ്റ്റ് കൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല കൊടുക്കുന്നത് അവർക്ക് തൃപ്തിയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ വന്ന് വീണ്ടും വാങ്ങിക്കുന്നത്. ഞായറാഴ്ച വെള്ളി ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വെള്ളിയാഴ്ച അവധിയാണ്. എന്നിട്ട് ബാക്കി ഞായറാഴ്ച എല്ലാം അവധിയുണ്ട്. കുറേ ഹോസ്പിറ്റലിൽ അടുത്ത് കിടക്കുന്നത് നമ്മൾ ഞായറാഴ്ച ഓപ്പൺ. ഞാനിപ്പോൾ നല്ല സോഫ്റ്റ് അപ്പം എന്ന് വെച്ചാൽ കയ്യിലിട്ടൽ ഇങ്ങനെ ഉരുണ്ട് താഴെ വീഴും. അത്ര സോഫ്റ്റ് അപ്പം. അതും ഇങ്ങനെ ലൈവായിട്ട് അവിടെ ഇത്ത ചുട്ടോണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അപ്പം മേടിച്ചു. പിന്നെ ഇതാണ് ബീഫ്, ഇവിടുത്തെ ബീഫ് ഫ്രൈ. പിന്നെ ഇതിവിടെ ഉള്ളിക്കറി അല്ലാതെ കൊടുക്കുന്നതാണ്. അത് മുട്ടക്കറി വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം. അപ്പം ഞാൻ ഉള്ളിക്കറി ആയിട്ട് കുറച്ച് മേടിച്ചു. അപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈയും വെള്ളയപ്പവും കൂടെ കഴിച്ചു നോക്കാം. ഇവിടുത്തെ കടയുടെ പേര് തന്നെ നല്ല രസമുണ്ട് അല്ലേ? ഉമ്മാൻ്റെ അടുക്കള. നമുക്ക് നമ്മുടെയൊക്കെ ഓർമ്മകളിലൊക്കെ ഉള്ള അടുക്കള എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മയിൽ വരുന്നത് ആരെയായിരിക്കും? എല്ലാവർക്കും അവരവരുടെ അമ്മമാരായിരിക്കും. കാരണം നമ്മളെ ഓർമ്മകളിലൊക്കെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പാചകം ചെയ്തതും എല്ലാം അമ്മമാരാണ്. അപ്പോൾ ഇവിടെയും ആ പേര് തന്നെ വളരെ ഒരു നൊസ്റ്റാൾജിക് ഒരു സാധനമാണ്, ഉമ്മാൻ്റെ അടുക്കള. അപ്പോൾ ഇത്ത തന്നെയാണ് എല്ലാം ചെയ്യണത്. ഒരു മക്കൾക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇവിടെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നത്. കുറച്ച് ദിവസം ആയോളെങ്കിലും ആളുകൾ അന്വേഷിച്ച് വരണേന് കാര്യമുണ്ട്. ഇത്ത സൂപ്പറാണ് കേട്ടോ. പ്രത്യേകിച്ചും കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതൊരു പ്രത്യേക ഒരു സ്വാദുണ്ട്. നല്ല ഡ്രൈ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉള്ളിൻ്റെ ഒരു ഗ്രേവിയാണ് കേട്ടോ. നമുക്ക് ഇതും കൂടി ഇച്ചിരി കഴിച്ച് നോക്കണ്ടേ? ചെറിയ സൗകര്യമാണ്. അതുപോലെ 2-3 മേശയും കസേരയും മാത്രമേ ഉള്ളൂ. റോഡ് സൈഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില സ്ഥലങ്ങളുടെ എപ്പോഴും നമ്മൾ പറയില്ലേ ഭയങ്കര സൗകര്യമോ ആംബിയൻസോ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ രുചികരമായിട്ടുള്ള ആഹാരം കിട്ടും. അത് മനസ്സറിഞ്ഞ് വിളമ്പി തരുന്ന ആളുകളും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിൻ്റെ പരിസര പ്രദേശമൊക്കെ ആകുമ്പോൾ പലപ്പോഴും നമുക്ക് നല്ല ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് പലയിടത്തും അപൂർവമാണ്. പല ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഭയങ്കര പൈസയായിരിക്കും. വലിയ ഹോട്ടലുകളൊക്കെ കാണും. പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും വലിയ പൈസയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ രുചികരമായ ഭക്ഷണം ഇരുന്ന് കഴിക്കാനാണ് സൗകര്യം ഇച്ചിരി കുറവാണ്. അപ്പോൾ പണിയും മേടിച്ചിട്ട് പാഴ്സൽ മേടിച്ചിട്ടൊക്കെ പോകാമല്ലോ ചെറിയ പൈസയ്ക്ക്. 100 രൂപയും കൊണ്ടൊക്കെ വന്നാൽ വയറ് നിറച്ച് പോകാൻ പറ്റുന്നൊരു സ്ഥലം കേട്ടോ ഇത്.
ഇവിടെ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെയാണ് കേട്ടോ ആവശ്യക്കാർ ഭയങ്കര കൂടുതലുള്ളത്. ചിലപ്പോൾ ദോശയൊക്കെ എല്ലായിടത്തും കിട്ടുമല്ലോ. രാത്രി അപ്പവും ഇടിയപ്പവും പുട്ടും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ കുറവല്ലേ, പൊതുവെ തട്ടുകടകളൊക്കെ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. കൊള്ളാം. ഇവിടെ ഷീജാത്തയും കുടുംബം ഇവരെല്ലാവരുടെയും കൂടി കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ് കേട്ടോ. വീട്ടിൽ രാവിലെ ഏകദേശം 9 മണിയോടുകൂടി ഇവരെല്ലാവരും കൂടി തുടങ്ങുന്നതാണ് ഈ പണികളൊക്കെ. എന്നാലാണ് ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യണ്ടേ. എല്ലാം കഴിഞ്ഞ് ഒരു 5:30-6 മണിയാകുമ്പോഴേക്കും ഇവിടെ കടയിൽ വന്ന് ബാക്കി അപ്പവും ദോശയും പുട്ടും ഒക്കെ ഇവിടെ വന്നിട്ടാണ് ഉണ്ടാക്കുക. ഇടിയപ്പം മാത്രം ഉണ്ടാക്കിക്കൊണ്ടുവരും അല്ലേ? ഇടിയപ്പം അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരും. അത് ഇച്ചിരി പണിയല്ലേ. ബാക്കി ചുടേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ് ഇവർ ചുടൽ. അപ്പോൾ ഇങ്ങനെ എന്താണ് ഒരു വിശ്രമം ഇല്ലാതെ, ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇത്തയുടെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ വിശ്രമമേ ഇല്ല. അത് രാവിലെ മുതൽ ഇങ്ങനെ ജോലിയാണ്. പിന്നെ കിടക്കുമ്പോഴേക്കും 1 മണിയൊക്കെ കഴിയൂല്ലേ, എല്ലാം കഴിഞ്ഞ് 1 മണി 2 മണി അടുപ്പിച്ചോ. 12 മണി വരെ കടയുണ്ടല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഇതെല്ലാം പറക്കി കൂട്ടി വെച്ച് എവിടെയെങ്കിലും കഴിച്ച് കിടക്കുമ്പോഴേക്കും അത്ര സമയം 2-3 മണിക്കൂറാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു ഉറങ്ങാൻ കിട്ടുന്ന സമയം പോലും. ഇത്രയേറെ ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പാടുണ്ട് എന്ന് പറയാം. ഉമ്മാൻ്റെ അടുക്കളയിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കോൺടാക്ട് നമ്പറും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ നിങ്ങൾക്ക് വേറൊന്നും അറിയാനില്ല. NS കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു നിർത്തും. അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 100 മീറ്റർ തികച്ചില്ല നടക്കാൻ, അത്ര തന്നെ ഉള്ളൂ ഇങ്ങടേക്ക് വഴി. അപ്പോൾ ഈ ഒരു ഷെഡ് കാണാൻ പറ്റും. രാവിലെ തുടങ്ങി ഇവിടെ ചായയുണ്ട്. ഇവിടുത്തെ ഇക്ക ചായയായിട്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഉണ്ട്. പക്ഷേ ഭക്ഷണമൊക്കെ റെഡി ആകുമ്പോഴേക്കും ഒരു 6:30-7 മണിയാവും. 12 മണി വരെ ഇവിടെ ഇക്കായും ഇത്തായും 2 മക്കളും ഉണ്ട്. അവരെല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കഴിച്ചു നോക്കാം. ചെറിയ പൈസയ്ക്ക് വയറ് നിറയ്ക്കുന്ന മറ്റൊരിടം കൂടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.